നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ലെജൻഡർ പോളിനോമിയൽസിന്റെ പ്രത്യേകതകളുടെ ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓർത്തഗണാലിറ്റി പ്രോപ്പർട്ടി. ഇന്റഗ്രൽ -1 to 1 pmx into pnx dx ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ 2/2n+1 എന്നും എമ്മും എന്നും ഡിഫറെന്റ് ആണെങ്കിൽ 0 ആയിരിക്കും ആ ഇന്റഗ്രലിന്റെ വാല്യൂ. അതാണ് ലെജൻഡർ പോളിനോമിയൽസിന്റെ ഓർത്തഗണൽ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെജൻഡർ സീരീസ് ആണ്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം ഞാൻ പറഞ്ഞു. നമുക്ക് ഒരു പോളിനോമിയൽ തന്നിരുന്നാൽ അതിനെ നമുക്ക് ലെജൻഡർ പോളിനോമിയൽസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അതായത് ലെജൻഡർ പോളിനോമിയൽസ് നമ്മൾ എഴുതിയത് ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പി നോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. P1 of x is x. Now P2 of x എന്തായിരുന്നു? നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. P2 of x റോഡ്രിക്സ് ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. 1/2 into 3x² - 1 ഇങ്ങനെയാണ് P2 of x ലഭിക്കുന്നത്. ഈ P2 of x ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ x² എന്താണെന്ന് കണ്ടുപിടിക്കാനാവും. ഓക്കെ, P1 of x നിന്ന് നേരിട്ട് നമുക്ക് x എന്താണെന്ന് ലഭിച്ചു. ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ 1നെ നമുക്ക് P0 of x ആയിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്ന് മനസ്സിലായി. സോ അതുപോലെ P3 of x എഴുതിയാൽ അതിൽ x³ ഉൾപ്പെടുന്ന ഒരു ടേം ഉണ്ടാവും. സോ വി ക്യാൻ റൈറ്റ് x³ ആസ് എ ഫംഗ്ഷൻ ഓഫ് P2x, P3x. ഓക്കെ, അത്തരത്തിൽ നമ്മൾ 1, x, x² x³ എല്ലാം എഴുതി കഴിഞ്ഞാൽ എനി പോളിനോമിയൽ നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു പോളിനോമിയലിനെ നമുക്ക് ലെജൻഡർ പോളിനോമിയൽസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനാവും. So you may write, we can expand a given polynomial function as a series of Legendre polynomials. As a series of Legendre polynomials. Okay, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് അതിന്റെ ജനറൽ റിസൾട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ വി ഹാവ് 1 equal to P0 of x. അതിന് 1 എന്ന് നമ്പർ ചെയ്യാം. Now x എന്ന് പറയുന്നത് P1 of x ആണ്. അതിനെ നമുക്ക് 2 എന്ന് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇനി P3 of x, x³ എന്താ, x² എന്താണെന്നും x³ എന്താണെന്നും ഒക്കെ എഴുതാനുണ്ട്. സോ ഫോർ ദാറ്റ് വി ക്യാൻ റൈറ്റ്, ആദ്യം നമുക്ക് P2 of x എന്താണെന്ന് എഴുതാം. അതിൽ നിന്ന് x² എന്താണെന്ന് കണ്ടുപിടിക്കാം. P2 of x is 1/2 into 3x² - 1. So what will be x²? സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെ നമുക്ക് 2 ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 2 P2 of x എന്ന് ലഭിക്കും. നൗ +1/3 അല്ലേ, ഇഫക്റ്റിൽ വരാം 3x². what will be x²? it is 1 + 2 P2x whole divided by 2 whole divided by 3. So this is x². ഓക്കെ, അതുപോലെ നമുക്ക് P3 of x എഴുതിയിട്ട് x³ കൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് വെക്കാം. P3 of x എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അറിയില്ല. 5/2 x³ - 3/2 x എന്നാണ് ലഭിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് x³ P3x-ന്റെയും x-ന്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് 5/2 x³ equal to P3x plus 3/2 x. ഓക്കെ, now what is x here? x എന്ന് പറയുന്നത് P1 of x ആണ്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ മൊത്തം ഇക്വേഷനെ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് x³ is equal to 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3/5 എന്ന് വരും. ബാക്കി എക്സിന് പകരം P1x എന്ന് എഴുതാം പ്ലസ് 2/5 P3x. ഓക്കെ, ഇങ്ങനെയല്ലേ ലഭിക്കുന്നത്. സോ ദിസ് ഇസ് ഇക്വേഷൻ 4. So likewise you can find x⁴, x⁵, etc. സോ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. തേർഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിൽ x³ ടേം, x² ടേം, x ടേം, കോൺസ്റ്റന്റ് ടേം, ഇത്രയും ടേംസ് ആണ് ഉണ്ടാവുക. സോ സപ്പോസ് വി ഹാവ് എ തേർഡ് ഡിഗ്രി ഇക്വേഷൻ. കൺസിഡർ ദ തേർഡ് ഡിഗ്രി പോളിനോമിയൽ P of x is equal to B0 plus B1x plus B2x² plus B3x³. ഓക്കെ, ഒരു ജനറൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. So I have to express this polynomial as a series of Legendre polynomials. So this is the actually equal to P of x is equal to B0 means B0 into 1. So we can write B0 into P0 of x. Okay, plus B1 into x ന് പകരം നമുക്ക് എന്ത് എഴുതാം? It is P1 of x. First Legendre polynomial plus B2 into x² പകരം നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു. x² എന്ന് പറയുന്നത് 1/3 plus 2/3 P2 of x ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, പ്ലസ് B3 into
എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 3/5 p1 ഓഫ് എക്സ് പ്ലസ് 2/5 p3 ഓഫ് എക്സ്. സോ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ കറക്റ്റ് ലെജൻഡറി പോളിനോമിയൽസിന്റെ ആ സീരീസ് നമുക്ക് കാണാനാവും. സോ പി നോട്ട് വരുന്ന ടേംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നൗ p1 വരുന്ന ടേംസ്, രണ്ട് ടേംസ് വരുന്നുണ്ട്, അതിനെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാം. b1 പ്ലസ് ഇവിടെ ഒരു ടേം വരുന്നുണ്ട് p1 വരുന്നത്. സോ വി ഹാവ് 3/5 b3 ദ ഹോൾ ഇൻറ്റു p1x. ഒരു ടേം ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ, 1/3 ഇൻറ്റു b2 എന്നൊരു ടേം വരുന്നില്ലേ. ആ 1/3ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, p നോട്ട് ഓഫ് എക്സ് എന്ന് എഴുതാം. അത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം, അതാണ് നന്നാവും. സോ ദിസ് ഈക്വൽ ടു p നോട്ട് വരുന്ന ടേംസ്, ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ b2 ഇൻറ്റു 1/3 എന്നൊരു ടേം വരുന്നുണ്ടല്ലോ. സോ അത് നമ്മൾ ഇവിടെ ആക്ച്വലി p നോട്ടിന്റെ ടേംസിൽ മാറ്റി എഴുതാൻ പറ്റും. സോ വി ഹാവ് ഇങ്ങനെ എഴുതാം, b നോട്ട് പ്ലസ് b2/3 ഇൻറ്റു പി നോട്ട് എക്സ്. അത് ക്ലിയർ ആയില്ലേ എഴുതിയത്? b2 ഇൻറ്റു 1/3 ഇൻറ്റു 1 ആണ് ആക്ച്വലി. സോ b2/3 ഇൻറ്റു 1 എന്ന് പറയാം, 1ന് പകരം നമുക്ക് p നോട്ട് എക്സ് എഴുതാം. സോ വി ഹാവ് p നോട്ട് പ്ലസ് b2/3 p നോട്ട് എക്സ്, ഓക്കെ, പ്ലസ് b1 പ്ലസ് 3/5 b3 ഇൻറ്റു p1x. നൗ പ്ലസ് p2 വരുന്ന ടേംസ് കമ്പൈൻ ചെയ്താൽ p2 ഒരു ടേമിൽ മാത്രമേ വരുന്നുള്ളൂ. ഹിയർ ഇറ്റ് ഈസ്. സോ വി ഹാവ് 2/3 b2 ഇൻറ്റു p2 ഓഫ് എക്സ് പ്ലസ് p3 വരുന്ന ടേം, ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ, പ്ലസ് 2/5 b3 ഇൻറ്റു p3 ഓഫ് എക്സ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് തന്നിരിക്കുന്ന p ഓഫ് എക്സ് എന്ന തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ p നോട്ട് എക്സ്, p1x, p2x, p3x 4 Legendre polynomials ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിച്ചു. Or this is a series of Legendre polynomials. We express the given polynomial function as a series of Legendre polynomials. Okay, so this is actually equal to sigma n equal to 0 to infinity some constant b naught എന്ന് എഴുതാൻ പറ്റില്ല, here capital b naught bn എന്ന് എഴുതാം, കാരണം കറക്റ്റ് b1 b2 അല്ലല്ലോ വരുന്നത്. ഓക്കെ, സം bn ഇൻറ്റു pn ഓഫ് എക്സ്. Legendre polynomialsന്റെ ഇവിടെ ഈ എഴുതിയ പ്രകാരം 0 to 3 ഉള്ളൂ. Sigma n equal to 0 to 3. Here it is. Okay, bn in some constant bn into pnx. So we express the given polynomial function as a series of Legendre polynomials. ഇതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. അപ്പൊ നമുക്ക് ഏതൊരു, നമ്മൾ തേർഡ് ഡിഗ്രി ഇക്വേഷനെ ഇത്തരത്തിൽ സൂചിപ്പിച്ചു, അതുപോലെ ഏതൊരു nth ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിരുന്നാലും ഇതുപോലെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നാണ് ഇനി നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത്. ഇപ്പൊ നോട്ടായിട്ട് എഴുതി വയ്ക്കാം. എനി പോളിനോമിയൽ p of x, any polynomial p of x of degree small k has an expansion of the form p of x equal to sigma n equal to 0 to k some constants a n into pn of x. Okay, സോ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ, ഒരു kth ഡിഗ്രിയുള്ള ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നാലും ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കതിനെ ലെജൻഡർ പോളിനോമിയൽസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് എ ജനറൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്? നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ ഒന്നും ആവണമെന്നില്ല, ഒരു ആർബിട്രറി ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ലെജൻഡർ പോളിനോമിയൽസിന്റെ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാവുമോ? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി ഹാവ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അത്തരത്തിൽ എക്സ്പാൻഷൻ പോസിബിൾ ആണ്. സോ വാട്ട് അബൌട്ട് ദ എക്സ്പാൻഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്? ജനറൽ ഫംഗ്ഷൻ ആണ് ഇവിടെ എടുക്കുന്നത് ആസ് എ ലെജൻഡർ സീരീസ്. തന്നിരിക്കുന്ന ഒരു ആർബിട്രറി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ നമുക്ക് ലെജൻഡർ സീരീസ് ആയിട്ട് എക്സ്പാൻഷൻ പോസിബിൾ ആണോ? അപ്പൊ നമ്മൾ ആദ്യം അത്തരത്തിലൊരു എക്സ്പാൻഷൻ പോസിബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity സം എ എൻ ഇൻറ്റു പി എൻ ഓഫ് എക്സ്. ഇത്തരത്തിൽ പോസിബിൾ ആണ് എക്സ്പാൻഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്കിപ്പം ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്ക് എന്തേ കണ്ടുപിടിക്കാനുള്ളൂ? ഈ കോൺസ്റ്റൻസ് എ എൻസ് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും എന്ന് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. സോ എ എൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഈ തന്നിരിക്കുന്ന നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷന് രണ്ട് സൈഡിലും നമ്മൾ പി എം ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പി എം ഓഫ് എക്സ്, എം നോട്ട് ഈക്വൽ ടു എൻ ആയിക്കോട്ടെ. സോ എം പി എൻ ഓഫ് എക്സ് ആണ് ഇവിടെ ഉള്ളത്. സോ പി എം ഓഫ് എക്സ് കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ വി വിൽ ഇന്റഗ്രേറ്റ് ഫ്രം -1 to 1. അപ്പൊ എന്തെല്ലാം ചെയ്യണം? ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് ഇൻറ്റു പി എം ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ ഇന്റഗ്രൽ -1 to 1 സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity എ എൻ ഇൻറ്റു പി എൻ എക്സ് ഇൻറ്റു പി എം എക്സ് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട് ഇൻറ്റു പി എം എക്സ്
the whole into dx. Okay, integrating with respect to x ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ സിഗ്മ n ഈക്വൽ 0 to infinity ആണ്. n is independent of x here. So we can take the summation sign outside. Sigma n equal to 0 to infinity. an also can be taken outside. an into integral minus 1 to 1 pm of x into pn of x dx. Okay. So what happens to this sum? ഈ സമ്മ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ n വേരീസ് ഫ്രം 0 to infinity ആണ്. n 1 ആവുന്ന സമയത്ത് ഈ ഇന്റഗ്രൽ വരുന്നത് ഇന്റഗ്രൽ മൈനസ് 1 to 1 പി എം ഓഫ് എക്സ് ഇൻറ്റു പി 1 ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. n 2 ആകുമ്പോൾ ഇന്റഗ്രൽ മൈനസ് 1 to 1 പി എം ഓഫ് എക്സ് ഇൻറ്റു പി 2 ഓഫ് എക്സ് എന്ന് വരും. അങ്ങനെ വന്ന് n ഈക്വൽ ടു എം ആവുന്ന സമയത്ത് ഇന്റഗ്രൽ മൈനസ് 1 to 1 പി എം ഓഫ് എക്സ് ഇൻറ്റു പി എം ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓർത്തോഗണൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇന്റഗ്രൽ മൈനസ് 1 to 1 പി എം ഓഫ് എക്സ് ഇൻറ്റു പി എൻ ഓഫ് എക്സ് ഡി എക്സ് 0 ആയിരിക്കും ഇഫ് എം നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ. സോ ഈ കാണുന്ന സമ്മേഷനിൽ ഒരു ടേം ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും 0 ആയിരിക്കും എന്നർത്ഥം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്റഗ്രൽ മൈനസ് 1 to 1 പി എം ഓഫ് എക്സ് ഇൻറ്റു പി എൻ ഓഫ് എക്സ് ഡി എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ ഈ ഇന്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. n 0 to infinity വരെ വേരി ചെയ്യുന്ന സമയത്ത് n ഈക്വൽ ടു എം ആവുന്ന ഒരു കേസിൽ മാത്രമേ ഇന്റഗ്രലിന് നോൺ സീറോ വാല്യൂ ഉണ്ടാവുള്ളൂ. ആ വാല്യൂ എന്തായിരിക്കുമെന്നും നമുക്കറിയാം. ഇന്റഗ്രൽ മൈനസ് 1 to 1 പി എം ഓഫ് എക്സ് ഇൻറ്റു പി എം ഓഫ് എക്സ് ഡി എക്സ് എന്നായിട്ട് മാറും ഇന്റഗ്രൽ n ഈക്വൽ ടു എം ആവുന്ന സമയത്ത്. ഈ കാണുന്ന ഇന്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ ഓർത്തോഗണൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്റഗ്രൽ മൈനസ് 1 to 1 പി എൻ എക്സ് ഇൻറ്റു പി എൻ എക്സ് ആണെങ്കിൽ 2/2n plus 1 ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് 2/2m plus 1. ഓക്കെ, സോ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സോ ദിസ് ഈക്വൽ ടു ഇന്റഗ്രലിൽ ഒരു ടേം ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ 0 ആയിരിക്കും. അത് ഓർക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് 1 to 1 an is outside the integral sign. So inside we have pm of x into pm of x dx. ബാക്കി എല്ലാ ടേംസും 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. And the value of this integral is an into 2/2m plus 1. So here it is 2an divided by 2m plus 1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity an into പി എൻ എക്സ്. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എ എൻ കണ്ടുപിടിക്കലായിരുന്നു നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് എ എൻ എന്താണെന്ന് എഴുതാനാവും. വാട്ട് വിൽ ബി എ എൻ? ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ എ എൻ ഇസ് ഈക്വൽ ടു ബാക്കി ടേംസ് ഒക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. സോ ഇറ്റ് ബിക്കംസ് 2m plus 1 by 2 എന്ന് വരും. So we have 2m plus 1 by 2 integral minus 1 to 1 f of x into pmx dx. ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഹിയർ ഇറ്റ് ഇസ് ഇവിടെ സമ്മേഷൻ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു പ്രശ്നം പറ്റി. സമ്മേഷനിൽ ഇവിടെയല്ല നമ്മൾ സമ്മേഷൻ കൊടുക്കുന്നത്. സമ്മേഷനിൽ ഒരു ടേം ഒഴിച്ച് ബാക്കി എല്ലാം 0 ആയിരിക്കും. n ഈക്വൽ ടു എം ആവുന്ന സമയത്ത് മാത്രമേ ഒരു ടേം ഉണ്ട്. അപ്പൊ ആ ടേം ഇവിടെ എഴുതുമ്പോൾ ഇവിടെ നമുക്ക് എ എം ആണ് വരിക. ഓക്കെ, ബ്രാക്കറ്റിന്റെ പുറത്ത് ഇവിടെ എ എം ആണ് വരുന്നത്. ഞാൻ എഴുതിയത് മാറിയിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈക്വൽ ടു എ എം ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് 1 to 1 പി എം എക്സ്. അപ്പൊ ഇവിടെ എ എം ആണ് വരുന്നത്. സോ ആക്ച്വലി നമുക്കിവിടെ ലാസ്റ്റ് ലഭിച്ചിരിക്കുന്നത് എ എം ആണ്. എ എം ഈക്വൽ ടു 2m plus 1 by 2 ഇന്റഗ്രൽ മൈനസ് 1 to 1 എഫ് ഓഫ് എക്സ് ഇൻറ്റു പി എം ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ നമുക്ക് ഫോർമുലേറ്റ് എഴുതി വെക്കാം. നമുക്ക് വേണ്ടത് എ എൻ ആയിരുന്നു. എ എൻ ഇസ് ഈക്വൽ ടു 2n plus 1 by 2 or it is n plus 1 by 2 into integral minus 1 to 1 f of x into pnx dx. ആ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. സോ നമുക്കൊരു ആർബിട്രറി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഒരു ആർബിട്രറി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ഇത്തരത്തിൽ ലെജൻഡർ സീരീസ് ആയിട്ട് എഴുതാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ലെജൻഡർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൊയിഫിഷ്യൻസ് എന്താണോ അതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിരുന്നാൽ ഈ ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് നമുക്ക് എ നോട്ട് എ വൺ എ ടു എക്സെട്ര എല്ലാം തന്നെ കണ്ടുപിടിക്കാനാവും. എന്നിന് 0 1 2 എക്സെട്ര കൊടുക്കുന്നതിനനുസരിച്ച്. ഓക്കെ, സോ ലെറ്റ് us do some problems. So write the first problem. Find the first 3 terms of the Legendre series of. രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 if minus 1 less than or equal to x less than 0.
and x if 0 less than or equal to x less than or equal to 1. Second problem, f of x is equal to e to the power x. Okay. ഈ രണ്ട് ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, ലെജൻഡർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. So let us do the first problem. F of x equal to 0 if x lies between -1 and 0 and is equal to x if x lies between 0 and 1. Okay. So first of all, we express f of x as f of x equal to sigma n equal to 0 to infinity a n into p n of x dx. Okay, a n equal to n plus half into integral -1 to 1 f of x into p n x dx. Okay, a naught a1 a2 ഓരോന്നായിട്ട് കണ്ടോളൂ. If you put n equal to 0, what happens? A naught equal to n ന് 0 കൊടുത്താൽ 1/2 into integral -1 to 1. F of x എന്താണെന്ന് നമുക്ക് ഇപ്പോൾ എഴുതാനാവില്ല, കാരണം f of x സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. Integral -1 to 1 f of x into p naught x dx. What was p naught x? P naught x is 1. So 1 dx. സോ ഇന്റഗ്രൽ ഇനി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാം, -1 to 0 വരെയുള്ള സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. നമ്മൾ ഇന്റഗ്രൽ എഴുതുമ്പോൾ -1 to 1 എന്ന് എഴുതാതെ 0 to 1 എന്ന് എഴുതുകയാണെങ്കിൽ നേരിട്ട് നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ എഴുതാം. സോ വി ഹാവ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1. 0 to 1 ആവുന്ന സമയത്ത് മാത്രമേ ഫംഗ്ഷന് നോൺ സീറോ വാല്യൂ ഉള്ളൂ, എക്സ് ഡി എക്സ് എന്ന് വരും. So we have 1/2. Here the integral is x square by 2 between limits 0 to 1. So applying the limits, we have 1/2, that is 1/4. Okay, so a naught നമുക്ക് 1/4 എന്ന് ലഭിച്ചു. Now we have to put n equal to 1. ബാക്കി ചെയ്ത് നോക്കിക്കോളൂ. a1 equal to n plus half ആണ്. So 1 plus half എന്ന് പറഞ്ഞാൽ 3/2. ഇന്റഗ്രൽ 0 to 1 എഴുതിയാൽ മതിയാവും. 0 to 1 x into p1x dx. p1x എന്ന് പറയുന്നത് x തന്നെയാണ്. So we have x dx. So this is equal to 3/2 into x square into integral x cube by 3 between limits 0 to 1. So we have 1/2, isn't it? n equal to 1 കൊടുത്താൽ നമുക്ക് 1/2 ആണ് a1 എന്ന് ലഭിച്ചു. അതുപോലെ n-ന് 2 കൊടുത്തിട്ട് എന്താണ് a2 വരുന്നത് എന്ന് നോക്കാം. അതുകൂടെ കണ്ടാൽ നമുക്ക് പോളിനോമിയൽ എഴുതാം. സോ a2 പോളിനോമിയൽ അല്ല, ലെജൻഡർ സീരീസ് ആയിട്ട് ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാം. a2 ഈക്വൽ ടു n-ന് 2 കൊടുത്താൽ 2 പ്ലസ് ഹാഫ് 5/2. 5/2 അല്ല വരാം. 5/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 x ഇൻറ്റു p2 of x എഴുതണം. p2 of x തൊട്ട് മുമ്പൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു, അത് നോക്കിയിട്ട് എഴുതാം. p2 of x is 1/2 into 3x square minus 1 dx. Okay, so this is equal to 5/4 into integral 0 to 1 3x cube minus x, isn't it, dx. എത്ര വരും നോക്കൂ. 5/4 into 3x raised to 4/4 minus x square by 2 between limit 0 to 1. So the answer is 5/4 into 3/4 minus 1/2. That is 1/4. So the answer is 5/16. Okay. So ഇതുപോലെ നമ്മൾ ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് a naught a1 a2 a3 അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. So we can write, therefore f of x can be written as f of x equal to a naught into p naught of x ആണ് എഴുതേണ്ടിയിരുന്നത്. a naught നമ്മൾ 1/4 എന്ന് ലഭിച്ചു. So 1/4 into p naught x. p naught x എന്താണെന്ന് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, നൊട്ടേഷൻ കൊടുത്താൽ മതി. പ്ലസ് a1, that is 1/2 into p1 of x plus a2, that is 5/16 into p2 of x plus etc. ഇൻഫിനിറ്റ് സീരീസ് ആയിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആ ഫംഗ്ഷന് നമുക്ക് ഈ മൂന്നെണ്ണം ചെയ്തിട്ട് അതിന്റെ സം ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ഇൻഫിനിറ്റ് സീരീസിന്റെ സമ്മ് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഫംഗ്ഷനിലേക്കാണ് എന്ന് നമുക്ക് പറയാം. വേറെ വിധത്തിൽ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ഒരു പോളിനോമിയൽ, ഒരു പ്രത്യേക രീതിയിലുള്ള പോളിനോമിയൽ എക്സ്പ്രഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പോളിനോമിയൽ അപ്രോക്സിമേഷൻ എന്ന് പറയാം. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ലെജൻഡർ പോളിനോമിയൽസിന്റെ സീരീസിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഗുണം എന്ന് പറയുന്നത്, നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഒരു ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിനെക്കുറിച്ച് ജനറൽ ആയിട്ട് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം ചില കേസുകളിൽ. പക്ഷെ അതിനെ നമ്മളൊരു പോളിനോമിയൽ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോളിനോമിയൽസ് ഇസ് ഓൾവേസ് ഈസി ടു സ്റ്റഡി. ഓക്കെ, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ ഫംഗ്ഷൻസിനെ എല്ലായ്പ്പോഴും പോളിനോമിയൽ അപ്രോക്സിമേഷൻ നടത്തുകയാണ് അതിന് പറയാം. പോളിനോമിയൽ സീരീസ് ആയിട്ട് അപ്രോക്സിമേഷൻ നടത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, so we have next problem as f of x equal to e to the power x.
So we can express f of x equal to sigma n equal to 0 to infinity an into pnx, where an is equal to n plus half into integral minus 1 to 1 f of x into pnx dx. Okay. So a naught can be written as a naught is equal to function minus 1 to 1 തന്നെ ചെയ്യണം കാരണം എല്ലായിടത്തും e raised to x ആണ്. So this is equal a naught equal to 1 by 2 into integral minus 1 to 1 e raised to x into 1 dx. Isn't it? P naught x is equal to 1. So it is 1 by 2 into e raised to x in integral e raised to x itself. It is minus 1 to 1. So we have 1 by 2 into e raised to minus 1, sorry, e raised to 1. Upper limit കൊടുത്താൽ e raised to 1 minus e raised to minus 1. Or it is equal to 1 by 2 into e minus 1 by e. അങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ e minus e raised to minus 1 തന്നെ എഴുതാം. So this is a naught. Likewise, you have to find a1 and a2. Okay. a2 എങ്ങനെ വരും? 3 by 2 into integral minus 1 to 1 e raised to x into x dx. So you have to apply integration by parts. Okay. So this is equal to 3 by 2 into first function into integral of second. Sorry, നമ്മളിത് ചെയ്യുന്ന സമയത്ത് തിരിച്ചെഴുതണമല്ലോ അല്ലേ. ഇതിന് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എക്സിനെയും സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ഇ റേസ് ടു എക്സിനെയും പരിഗണിക്കുക. എങ്കിൽ മാത്രമേ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ആ എക്സ് നള്ളിഫൈ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. So first function into integral of second between limits minus 1 to 1 minus integral of derivative of first is x into derivative 1 into e to the power x dx. So this is equal to 3 by 2 into, again, x in 1 കൊടുത്താൽ e minus e raised to minus 1, isn't it? Minus of minus plus ആവൂല, e plus. Then minus e to the power x between limits minus 1 to 1 again. It's equal to 3 by 2 into e plus e raised to minus 1 minus of e minus e raised to minus 1. So this is equal to 3 by 2 into e minus e cancels, e raised to minus 1 minus of minus. So we have 2 e raised to minus 1. So actually the answer is 3 e to the power minus 1. So this is a1. അതുപോലെ a2 കണ്ടുപിടിച്ചിട്ട് അതും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് റിസൾട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a2 equal to 5 by 2 integral minus 1 to 1 e to the power x into 1 by 2 into 3x square minus 1 dx. Okay. So this is equal to actually 5 by 4 into integral minus 1 to 1 3x square minus 1 in നമുക്ക് first function ആയിട്ട് എടുക്കാം into e to the power x dx. Integration by parts apply that answer നോക്കാം. So this can be written as 2 can be taken outside. 5 by 2 into e minus 7 e raised to minus 1. Okay, so the function e raised to x has the approximation 1 by 2 into e minus e inverse raised to e minus e raised to minus 1 into p naught x plus 3 e raised to minus 1 p1x plus 5 by 2 into e minus 7 e raised to minus 1 p2x plus etc. So this is a polynomial approximation of e raised to x. നമുക്ക് ആ സെക്ഷനിൽ ചെറിയൊരു കാര്യം കൂടെ ഇനി പറയാനുള്ളത്, ഇപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഒരു ആർബിട്രറി ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിനെ നമുക്ക് ലെജൻഡർ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ലെജൻഡർ പോളിനോമിയൽസിൽ ഉൾപ്പെടുന്ന ഒരു സീരീസ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷന് പല വിധത്തിൽ നമുക്ക് പോളിനോമിയൽ അപ്രോക്സിമേഷൻ നടത്താൻ പറ്റാറുണ്ട്. നിങ്ങൾ ലീനിയറൈസേഷൻ എന്നൊരു മെത്തേഡ് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷനെ ലീനിയർ പോളിനോമിയൽസ് ആയിട്ട് കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഡിഫറൻസിയേഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ് ലീനിയറൈസേഷൻ. അവിടെ നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഒരു ഫംഗ്ഷൻ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ലീനിയറൈസേഷൻ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷൻ, ഇത് ഞാൻ വരച്ച ലൈൻ അല്ല, ഈ ഫംഗ്ഷനായിട്ട് മാച്ച് ചെയ്യുന്ന ഏറ്റവും നല്ല ലൈൻ ഏതാണ് എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. ആക്ച്വലി ഇതൊരു കേർവ് ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ ആ കേർവിനെ നമ്മൾ ഒരു ലൈൻ ആക്കിയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അപ്പൊ കുറച്ച് എറേഴ്സ് ഉണ്ടാവും, ഇവിടെയൊക്കെ കുറച്ച് പാർട്ടിലൊക്കെ എറേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ജനറൽ ആയിട്ട് ഈ കേർവിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക എല്ലായ്പ്പോഴും ഒരു ലീനിയർ ഇക്വേഷനെ കുറിച്ച് പഠിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതുപോലെ ഫംഗ്ഷൻസിന് പോളിനോമിയൽസ് ആയിട്ട് ലീനിയർ പോളിനോമിയൽസ് ആയിട്ടൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മളുടെ ഉദ്ദേശം നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് അതുപോലെയുള്ള മറ്റൊരു പോളിനോമിയൽ അപ്രോക്സിമേഷൻ ആണ്. ലെജൻഡർ പോളിനോമിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തത്.
ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഒരു ഫംഗ്ഷന് ഇതുപോലെ പോളിനോമിയൽ അപ്രോക്സിമേഷൻസ് നടത്തി കഴിഞ്ഞാൽ ലെജൻഡർ സീരീസ് ഉപയോഗിച്ചിട്ടുള്ള പോളിനോമിയൽ അപ്രോക്സിമേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബെസ്റ്റ് മീൻസ് ദാറ്റ് ആദ്യം നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. ഒരു ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ ഒരു എറർ ടേം നമ്മൾ പറയുന്നുണ്ട്. ആ എറർ മിനിമം ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, അതുകൂടെ നമ്മുടെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ്. സോ വി ഹാവ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അപ്രോക്സിമേഷൻ ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവെൽ. So we take a function, let f of x be a function minus 1 less than or equal to x less than or equal to 1. We have to approximate f of x by polynomials p of x. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന പോളിനോമിയൽസ് ലെജൻഡർ പോളിനോമിയൽസ് ഒന്നല്ല, ജനറൽ ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. സോ വി ഹാവ് ടു അപ്രോക്സിമേറ്റ് എഫ് ഓഫ് എക്സ് ബൈ പോളിനോമിയൽസ് p of x such that the sum of the squares of deviations of f of x from p of x. അതായത് നമ്മൾ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, p of x എന്ന പോളിനോമിയൽ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, p of x മൈനസ് f of x. അതാണ് ആ എറർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ തമ്മിലുള്ള പൊരുത്തമില്ലായ്മയാണ് നമ്മൾ എറർ ഫാക്ടർ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഡിഫറൻസ്, ഇതിലെ ഡീവിയേഷൻ കാണുന്നു. f of x ന് ശരിക്കും p of x നിന്നുള്ള ഡീവിയേഷൻ കാണുന്നു. അതിനെ സ്ക്വയർ എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് എഫ് ഓഫ് എക്സ് ഫ്രം പി ഓഫ് എക്സ്. ദാറ്റ് ഈസ് സം എടുക്കുന്നതിന് പകരം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇന്റഗ്രൽ -1 to 1. ഇവിടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണല്ലോ, എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് സം എടുക്കുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഇന്റഗ്രേറ്റ്. സോ ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്തു, ഡീവിയേഷൻസ് എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് പി ഓഫ് എക്സ് എന്നുള്ള ഡീവിയേഷൻ ആണ്. അതിനെ സ്ക്വയർ ചെയ്തു, അതിനുശേഷം നമ്മൾ അതിനെ സം എടുത്തു. സം എടുക്കുന്നതിന് പകരം ഇന്റഗ്രേറ്റ് ചെയ്തു. ഡി എക്സ് എസ് മിനിമം. നമുക്ക് എത്തരത്തിലാണ് ഈ ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സിനെ നമുക്ക് പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ടേം സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് എഫ് ഓഫ് എക്സ് ഫ്രം പി ഓഫ് എക്സ് മിനിമം ആയിരിക്കണം. ഈ കാണുന്ന ഇന്റഗ്രലില് ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഈ വാല്യൂ മിനിമം ആവുന്ന രീതിയിൽ വി ഹാവ് ടു അപ്രോക്സിമേറ്റ് എഫ് ഓഫ് എക്സ് ബൈ പി ഓഫ് എക്സ്. ഓക്കെ, സോ വി ക്യാൻ മേക്ക് ഐ മിനിമം ബൈ എ സ്യൂട്ടബിൾ ചോയ്സ് ഓഫ് പി ഓഫ് എക്സ്. ഇതിനെ നമുക്ക് ഐ എന്ന് കൊടുക്കാം. ഈ ഇന്റഗ്രലിനെ നമുക്ക് ഐ എന്ന് വിളിക്കാം. സോ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഈ പോളിനോമിയൽ പി ഓഫ് എക്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ഇന്റഗ്രൽ മിനിമം ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി വിൽ പ്രൂവ് ദാറ്റ്. To prove that the minimal polynomial is, അതായത് ഈ കാണുന്ന ഇന്റഗ്രൽ മിനിമം ആവുന്ന കേസിൽ പി ഓഫ് എക്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. The minimal polynomial is precisely the sum of first n+1 terms of Legendre series. ഓക്കെ, ഈ റിസൾട്ട് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ, ഈ കാണുന്ന ഇന്റഗ്രൽ മിനിമം ആവുന്ന രീതിയിൽ പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിച്ചാൽ ആ പോളിനോമിയൽ എന്ന് പറയുന്നത് a0 p0 x പ്ലസ് a1 p1 x പ്ലസ് എക്സെട്ര പ്ലസ് an pn x ആയിരിക്കും. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ലെജൻഡർ സീരീസ്. ലെജൻഡർ സീരീസ് ആണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ an എന്ന് പറയുന്നത് എന്തായിരിക്കണം, തന്നിരിക്കുന്ന ഫംഗ്ഷനുമായിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യണം. an is n plus half integral -1 to 1 f of x into anx dx. Sorry, pnx dx. f of x into pnx dx. ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ പോസിബിൾ ആവുന്ന രീതിയിൽ, അതായത് ഐ എന്ന ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് മിനിമം ആവുന്ന രീതിയിൽ ഒരു പോളിനോമിയൽ ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സിനെ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി that polynomial p of x will be first n terms of the Legendre series of f of x. Okay, first n terms of n+1 terms of Legendre series of f of x എന്ന് തന്നെ വേണമെങ്കിൽ എഴുതാം. Okay, f of x ന്റെ first n+1 sum of first n+1 terms of Legendre series എഴുതി കഴിഞ്ഞാൽ that will be the best approximation. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. Okay, so നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കറിയാം ഏതൊരു പോളിനോമിയലിനെയും ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള ഏതൊരു പോളിനോമിയലെയും നമുക്ക് ഫസ്റ്റ് n ലെജൻഡർ പോളിനോമിയൽസ് ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കാനാവും. ഓക്കെ, സോ ഹിയർ ഇവിടെ പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്.
സോ പി ഓഫ് എക്സ് ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിനെ നമുക്ക് ഫസ്റ്റ് n ലെജൻഡർ പോളിനോമിയൽസ് ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കാനാവും. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പ്രോബ്ലത്തിലൊക്കെ ചെയ്ത് കാണിച്ചത്. എക്സ് ക്യൂബിന് അതായത് പോളിനോമിയൽസ് കാണിച്ച സമയത്ത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഞാനൊന്ന് കാണിച്ചില്ല, ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ എടുത്തിട്ട് അതിനെ നമുക്ക് P0, P1, P2, P3 4 ലെജൻഡർ പോളിനോമിയൽസിന്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. അതുപോലെ പി ഓഫ് എക്സ് ഏതൊരു പോളിനോമിയൽ ആണെങ്കിലും ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം some constant into P0 x plus P1 into B1 into P1 x plus etc plus some constant Bn into Pn x. അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഐ എന്ന് പറഞ്ഞ ഇന്റഗ്രൽ കൺസിഡർ ചെയ്യും. അതിൽ പി ഓഫ് എക്സിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, സോ വി ഹാവ് ടു റൈറ്റ് we know that any polynomial of degree less than or equal to n can be expressed in the form, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, പി ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എന്ന് എടുക്കണ്ട, മുമ്പ് എടുത്തതുകൊണ്ട് B0 ഇൻറ്റു P0 എക്സ് പ്ലസ് B1 ഇൻറ്റു P1 എക്സ് പ്ലസ് B2 ഇൻറ്റു P2 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് nth പോളിനോമിയൽ എഴുതിയാൽ Bn ഇൻറ്റു Pn ഓഫ് എക്സ്. So we express the polynomial p of x of degree less than or equal to n as a Legendre series. Okay, P0 x, P1 x, etc. Pn x Legendre polynomials ആണ്. So we consider capital I first. I എന്തായിരുന്നു, integral -1 to 1 f of x minus p of x, deviation എടുത്തു, സ്ക്വയർ ചെയ്തു, സം കണ്ടു. Okay, now just substitute the value of p of x here, the expression of p of x here. So we have -1 to 1 integral -1 to 1 f of x minus this actually summation k equal to 0 to n എന്ന് എഴുതാം. Sum bk into pk of x, isn't it? സ്ക്വയർ എടുക്കണം, സ്ക്വയർ എടുത്തു dx. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്റഗ്രലിനെ രണ്ട് ഇന്റഗ്രൽ ആക്കി ഇതിനെ മാറ്റി എഴുതാം. ആദ്യത്തെ ഇന്റഗ്രലില് ഇന്റഗ്രൽ -1 to 1 f of x dx. ആൻഡ് ദ നെക്സ്റ്റ് ഇന്റഗ്രൽ എഴുതുന്ന സമയത്ത് സമ്മേഷൻ k equal to 0 to n can be taken outside the integral sign. So we have sigma k equal to 0 to n, bk can be taken outside. bk ആക്ച്വലി ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇതിനെ നമുക്ക് a-b ഹോൾ സ്ക്വയർ ഫോർമുല ഉപയോഗിച്ച് ആദ്യം നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ടേം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് അല്ല വരാം, സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ചെയ്തില്ല. ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് -2 ടൈംസ് ഇന്റഗ്രൽ -1 to 1 ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുണ്ടായിരുന്നല്ലോ അല്ലെ, അത് മറന്നുപോയി. സോ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 1 f of x whole square dx, f of x whole square minus 2 f of x into sigma k equal to 0 to n bk into pkx minus 2ab. Okay, plus ini b square ചെയ്യണം, sigma k equal to 0 to n bk into pk of x whole square, the whole into dx. Okay, ഇനി നമുക്ക് ഇതിനെ ഡിഫറെന്റ് ഇന്റഗ്രൽസ് ആയിട്ട് സമ്മാക്കി മാറ്റി എഴുതാം. സോ ഹിയർ വി ഹാവ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. നൗ സിഗ്മ കെ ഇക്വൽ ടു 0 to n ബി കെ ഇൻറ്റു -2 പുറത്തുണ്ടല്ലേ, -2 സിഗ്മ കെ ഇക്വൽ ടു 0 to n ബി കെ ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് ഇൻറ്റു പി കെ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, രണ്ടാമത്തെ ടേം എഴുതി. പ്ലസ് മൂന്നാമത്തെ ഇന്റഗ്രൽ എഴുതുമ്പം നമുക്ക് സിഗ്മ കെ ഈക്വൽ ടു 0 to n വേണേൽ പുറത്തെടുക്കായിരുന്നു. സിഗ്മ കെ ഈക്വൽ ടു 0 to n ബി കെ ഇൻറ്റു ഇന്റഗ്രൽ -1 to 1 പി കെ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. സോ ഹിയർ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ആക്ച്വലി ഡി എക്സ്. ഈ -2 വരുന്ന ടേം നമുക്ക് വേണമെങ്കിൽ അവസാനം എഴുതാം. ഈ ലാസ്റ്റ് ടേം ഞാൻ ആദ്യം ഇവിടെ എഴുതാൻ പോവാണ്. സോ സിഗ്മ കെ ഈക്വൽ ടു 0 to n ബി കെ സ്ക്വയർ എന്ന് വരും, ശരിയല്ലേ, പി കെ സ്ക്വയർ ഡി എക്സ്. സോ ഹിയർ വി ഹാവ് പ്ലസ് ഈ ഒരു അവസാനത്തെ ആ ഇന്റഗ്രൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ കെ ഈക്വൽ ടു 0 to n ആണ് വേരി ചെയ്യുന്നത്. then integral -1 to 1 pkx square dx ആണ്. എന്തായിരുന്നു ഫോർമുല വരുന്നത്, അവിടെ രണ്ട് പോളിനോമിയൽസിന്റെ അത് n ഈക്വൽ ടു m ആവുന്ന ആ കേസ് ആണ് വരുന്നത്. സോ ദ ഫോർമുല വാസ് 2/2k + 1 എന്ന് നമുക്ക് എഴുതാം, ഈ കാണുന്ന ഇന്റഗ്രൽ. സോ വി ക്യാൻ റൈറ്റ്
So plus sigma k equal to 0 to n 2 by 2k plus 1 into bk square. Okay, last term എഴുതി. ഇനി ഇടയ്ക്കുള്ള ആ ടേമിനെ എഴുതുന്നത് can be written as minus 2 sigma k equal to 0 to n. ഇവിടെ നമുക്ക് ഇതേപോലെ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനുണ്ട് ഈ കാണുന്ന എക്സ്പ്രഷൻ. നമ്മൾ എവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്? തൊട്ട് മുമ്പ് നമ്മൾ ഇപ്പൊ ചെയ്തല്ലോ ഒരു എക്സ്പ്രഷൻ. നിങ്ങളൊന്ന് ബാക്കോട്ട് മറിച്ച് അല്ലെങ്കിൽ ആ പേജ് എടുക്കണേ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആ ഫോർമുല ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓർത്തോഗണൽ പ്രോപ്പർട്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രൽ -1 to 1 f of x into pnx dx എന്ന് പറഞ്ഞിട്ട് അതിന്റെ nth ടേം നമ്മൾ ഇത്തരത്തിൽ എഴുതിയിരുന്നു. an is equal to n plus half into integral -1 to 1 f of x into pnx dx. Okay, so our integral അല്ല ആക്ച്വലി ഇവിടെ കാണുന്നത് -1 to 1 integral -1 to 1 f of x into pnx dx ന് പകരം pks dx ആണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ -1 to 1 f of x into pnx ആണ് എങ്കിൽ, pnx dx ആണെങ്കിൽ this can be written as n plus half ലെഫ്റ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകും. സോ ആക്ച്വലി വി ഹാവ് 2an divided by 2n plus 1 എന്ന് വരും. അങ്ങനെയല്ലേ വരാം? അത് n plus half എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n plus 1 ആണ്. 2n plus 1 by 2 ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ 2an by 2n plus 1. സോ ആ സാധനം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can write sigma k equal to 0 to n bk into, now we have ആ ഇന്റഗ്രൽ എഴുതിയാൽ ഇവിടെ n ന് പകരം k ആണുള്ളത്. സോ we have 2ak divided by 2k plus 1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന എക്സ്പ്രഷൻ നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്തിക്കലാണ് നമ്മുടെ ഉദ്ദേശം എന്നറിയാലോ. അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന എക്സ്പ്രഷന്റെ കൂടെ ഒരു പർട്ടിക്കുലർ ടേം ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പോവാണ്. സോ ഫസ്റ്റ് ടേമിൽ മാറ്റില്ല. ഇന്റഗ്രൽ -1 to 1 f of x square dx പ്ലസ് നമ്മൾ ഐ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റഗ്രൽ. ഇത് മിനിമം ആക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. മിനിമം ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലസ് സിഗ്മ k equal to 0 to n 2 by 2k plus 1 bk square, അതിലും മാറ്റില്ല. -2 sigma k equal to 0 to n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -2 ഞാൻ പുറത്തെടുത്തു, 2 ബാക്കി ഒരു 2 ഉണ്ട്. ak bk divided by 2k plus 1, isn't it? ഇന്നലെ വരുന്ന ലാസ്റ്റ് ടേം. ഇനി ഒരു പർട്ടിക്കുലർ ടേം നമ്മൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പോവാണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ രണ്ട് ടേംസ് നോക്കിക്കേ, ഇത് സംതിങ് സ്ക്വയർ, അതായത് 2 by 2k plus 1 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ടേംസിലും രണ്ട് ടേമിലും ഉണ്ടല്ലോ. അത് പുറത്തു പോയി കഴിഞ്ഞാൽ സമ്മേഷൻ സൈൻ കൂടെ പുറത്തേക്ക് എടുത്താൽ bk സ്ക്വയർ വന്നു, -2 ak bk എന്ന് വന്നു. പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ പ്ലസ് ഒരു ak സ്ക്വയറും കൂടെ വേണമായിരുന്നു. അപ്പൊ നമ്മൾ അതിന് പറ്റിയൊരു ടേം ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. സോ വി ഹാവ് പ്ലസ് സിഗ്മ k equal to 0 to n. എന്ത് നമ്മൾ ആഡ് ചെയ്യണം? 2 by 2k plus 1 കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കാൻ ഉണ്ടാവണം, ഇൻറ്റു ak സ്ക്വയർ. ഈ ഒരു ടേം നമ്മൾ ആഡ് ചെയ്തു, പകരം അത് സബ്ട്രാക്ട് ചെയ്ത് കളയുകയും ചെയ്തു. 2 by 2k plus 1 ak സ്ക്വയർ. ഓക്കെ, സോ ഈ രണ്ട് ടേം, ഈ മൂന്ന് ടേംസ് കൂടി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ഫോം, എന്താണ് ഡിഫറൻസിന്റെ സ്ക്വയർ ഫോമിൽ എഴുതാൻ പറ്റും. സോ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 1 f of x സ്ക്വയർ dx പ്ലസ് സിഗ്മ k equal to 0 to n. എല്ലാത്തിനും മൂന്ന് ടേംസിനും ഉണ്ട്. 2 by 2k plus 1 can be taken outside. What's the remaining terms? ഇവിടെ bk സ്ക്വയർ കാണുന്നുണ്ട്. Here it is, bk square, then 2ak bk plus ak square. Okay, എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ we can write bk minus ak square. Okay, minus last term is sigma k equal to 0 to n 2 by 2k plus 1 ak square. ഓക്കെ, നമ്മളെ എക്സ്പാൻഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ ഐ എന്ന് പറഞ്ഞ ഇന്റഗ്രലിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ ഫോമിൽ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. ഈ ഐയില് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് ടേം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. അതിൽ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മളെ പോളിനോമിയൽ നമുക്ക് ചൂസ് ചെയ്യുന്നത് നമ്മൾ ആർബിട്രറി പോളിനോമിയൽ പി ഓഫ് എക്സ് എടുത്ത സമയത്ത് പി ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതി? പി ഓഫ് എക്സ് ഈക്വൽ ടു b0 പ്ലസ് b1 ഇൻറ്റു p1x, ഓക്കെ, പ്ലസ് b2 ഇൻറ്റു p2x. ഈ കാണുന്ന കൊയിഫിഷ്യൻസ് ആണ് നമ്മളിപ്പം ശ്രദ്ധിക്കാൻ പോകുന്നത്. ഈ കൊയിഫിഷ്യൻസ് ആണ് ഇവിടെ ബി കെ എന്ന ഫോമിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ ലഭിച്ച എക്സ്പ്രഷൻ മിനിമം ആവണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ ഉള്ള എക്സ്പ്രഷൻ, ഈ കാണുന്ന ഒരു പ്ലസ് ഇട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഈ എക്സ്പ്രഷൻ 0 ആയി മാറുകയാണെങ്കിൽ ഐ മിനിമം ആയിരിക്കും.
ഓക്കെ, കാരണം ഇവിടെയുള്ള എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ടേമിനെ നമുക്ക് മാറ്റൊന്നും വരുത്താനാവില്ല. ഇവിടെ കാണുന്നത് എ കെ സ്ക്വയർ എന്ന് പറയുന്നത് A1 A2 എക്സെട്ര എടുത്തിട്ടുണ്ടായിരുന്നത് എവിടെ നിന്നാണ് നമ്മൾ അത് ചൂസ് ചെയ്തത്? A1 A2 എവിടെ നിന്ന് വന്നിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്? ഇവിടെ കണ്ടില്ല, ഇതിൽ നിന്നാണ് നമുക്ക് A0 A1 എടുത്തത്. അത് നമ്മൾ ലെജൻഡർ പോളിനോമിയൽസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ഫിക്സഡ് ആണ്. എഫ് ഓഫ് എക്സ് ഫിക്സഡ് ആണെങ്കിൽ A0 A1 A2 എക്സെട്ര എല്ലാം തന്നെ ഫിക്സഡ് ആണ്. അപ്പൊ അതിലും നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. ആകെ നമുക്ക് മാറ്റം വരുത്താവുന്നത് എവിടെയാണ്? ഈ കാണുന്ന ടേമിലാണ്. സോ ഈ കാണുന്ന എക്സ്പ്രഷൻ 0 ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ബി കെയും എ കെയും സെയിം ആയിരിക്കണം. ബി കെയും എ കെയും സെയിം ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ പി ഓഫ് എക്സ് ആയിട്ട് ചൂസ് ചെയ്തിരുന്ന എക്സ്പ്രഷൻ ആണ് B0 പ്ലസ് B1 P1x പ്ലസ് എക്സെട്ര. അതിൽ B0 പകരം A0 ആയിരിക്കണം, B1 പകരം A1 ആയിരിക്കണം. അപ്പം ആക്ച്വലി നമുക്ക് എന്താ ലഭിക്കുന്നത്? നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ലെജൻഡർ സീരീസ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പാൻഷൻ എന്താണോ അത് തന്നെയാണ് പി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സിൻസ് എ കേസ് ആർ ഫിക്സഡ്, ഞാൻ എഴുതി കൺക്ലൂഡ് ചെയ്ത് വെക്കാം. ഹിയർ സിൻസ് എ കേസ് ആർ ഫിക്സഡ്, നമ്മൾ എഫ് ഓഫ് എക്സ് ഫിക്സഡ് ആണെങ്കിൽ എ കേസ് എല്ലാം തന്നെ ഫിക്സഡ് ആണ്. ആൻഡ് ബി കേസ് ആർ അവർ ചോയ്സ്. നമ്മൾ ഏതെടുക്കണം എന്ന്, ബി കേസ് എന്തെടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കുകയാണ് ഇപ്പൊ വേണ്ടത്. ബി കേസ് ആർ അവർ ചോയ്സ്. ഐ assumes minimum value. I assumes minimum value when bk equal to ak. Okay, for k is equal to 0, 1, 2, etc. n. സോ ആക്ച്വലി നമ്മൾ എന്താ പ്രൂവ് ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സിന്റെ പോളിനോമിയൽ എക്സ്പാൻഷൻസിൽ വെച്ചിട്ട് ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ പോസിബിൾ ആയിട്ടുള്ള, അതായത് ഐ എന്ന ഇന്റഗ്രൽ മിനിമം ആയിട്ടുള്ള പോളിനോമിയൽ എന്ന് പറയുന്നത്, പോളിനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ലെജൻഡർ പോളിനോമിയൽസ് ഉപയോഗിച്ചുള്ള എക്സ്പാൻഷൻ തന്നെയാണ്. So we may assume that the best approximation for the function f of x are given by the partial sums of its power series. Its power series അല്ല, ലെജൻഡർ പോളിനോമിയൽസ് ഉപയോഗിച്ചിട്ടുള്ള സീരീസ് എഴുതിയിട്ട് അതിന്റെ പാർഷ്യൽ സം എടുക്കുന്നു. നമുക്ക് അതെന്താ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാർഷ്യൽ സം എടുത്തത് എന്നുകൂടെ പറയാം. എഫ് ഓഫ് എക്സ് എന്ന ഒരു പോളിനോമിയലിനെ നമ്മൾ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്? വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആയിരിക്കാം. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്തു? ലെജൻഡർ പോളിനോമിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ലെജൻഡർ പോളിനോമിയൽസിന്റെ സീരീസ് ആയിട്ട് നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തു. അതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ് എങ്കിൽ നമുക്ക് അഗൈൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള എന്താണ്? അത്തരത്തിൽ എഫ് ഓഫ് എക്സിനെ നമ്മൾ സിഗ്മ കെ 0 to n സം എ കെ ഇൻറ്റു പി കെ ഓഫ് എക്സ് എന്ന ഫോമിൽ ലെജൻഡർ പോളിനോമിയൽസ് ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കെ 0 to ഇൻഫിനിറ്റി ആണ്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് മാത്രം എടുക്കുന്നു. ഈ ഇൻഫിനിറ്റ് സീരീസിൽ നിന്ന് ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? A0 P0 x പ്ലസ് എക്സെട്ര പ്ലസ് AN PN x ആയിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റില്ല. ഫംഗ്ഷനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തു. ഇത്തരത്തിൽ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഫംഗ്ഷൻ, അതായത് ആ അപ്രോക്സിമേഷൻ ആണ് എഫ് ഓഫ് എക്സിന്റെ ബെസ്റ്റ് പോളിനോമിയൽ അപ്രോക്സിമേഷൻ. ലീസ്റ്റ് സ്ക്വയർ ഡിഫറൻസ് ഓഫ് ഡീവിയേഷൻസിന്റെ സ്ക്വയർ എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം വരിക ഇത്തരത്തിൽ നമ്മൾ ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്താലാണ്, ഇതിനെ പി ഓഫ് എക്സ് ആയിട്ട് ചൂസ് ചെയ്താലാണ്. ഓക്കെ, അതാണ് അതിൽ ആ സെക്ഷനിൽ അവസാനമായിട്ട് പറഞ്ഞത്. ഇതൊരു വെറുതെ ഒരു ഡിസ്കഷൻ മാത്രമായിരുന്നു. അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ലെജൻഡർ സീരീസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തല്ലോ ഒരു രണ്ട് ഫംഗ്ഷൻസിനെ. അപ്പൊ അതിന്റെ ആവശ്യകത എന്തിനാണ് ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് ഫംഗ്ഷനെ നമ്മൾ ഇപ്പം ലെജൻഡർ പോളിനോമിയൽസ് ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്തത് എന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ആ സെക്ഷന്റെ അവസാനത്തിൽ അവർ നൽകിയത്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചതാണ്. ഓക്കെ.